ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, നാട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന ശീർഷകത്തിലാണ് സെമിനാർ. ഇവിടെ എത്തിയ അതിഥി വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് സന്ദർഭോചിതമായി നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ഘടനയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നതിന്, പ്രതീക്ഷാപൂർവം നാളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന്, സന്തോഷമുള്ള നാളെകളെക്കുറിച്ച് ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതിന് ഒക്കെ ആവശ്യമായിട്ടുള്ള, ഉചിതമായിട്ടുള്ള ധാരാളം സന്ദേശങ്ങൾ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും കാണാൻ കഴിയും. ബഹുസ്വരമായ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുസ്വരത എന്നാൽ എക്സിസ്റ്റൻസ് ഓഫ് മെനി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇൻ വൺ സൊസൈറ്റി എന്ന് പരാമർശിക്കുന്നുണ്ട്. ഓരോ സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിലകൊള്ളുന്നതിനെയാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. വൈവിധ്യം എന്നത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഒരു സാമൂഹിക ഘടനയിൽ വൈവിധ്യങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുക, ഒരുമിച്ച് കാണുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു ഉദ്യാനത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പല വർണ്ണപ്പൂക്കൾ, ആ പലവർണ്ണ പൂക്കളുടെ ചന്തവും ചേലും കണ്ടുകൊണ്ട് അങ്ങോട്ട് പാറിയെത്തുന്ന ശലഭങ്ങൾ, ആ ശലഭങ്ങളിലും ഉണ്ടായേക്കാം ഈ പല വർണ്ണങ്ങൾ. അവയെ വളരെ മനോഹരമായി നോക്കിക്കാണും വിധം, സന്തോഷത്തോടെ നോക്കിക്കാണും വിധം തന്നെ നമ്മുടെ സാമൂഹിക ഘടനയിലെ വിവിധങ്ങളായ ഭാഷയും ആചാരങ്ങളും സംസ്കാരങ്ങളും അങ്ങനെയുള്ള വ്യത്യസ്ത വൈവിധ്യങ്ങൾ, വിശേഷിച്ചും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള മറ്റൊരു ഭൂമികയില്ല എന്ന് പറയാം. അത്രയേറെ വൈവിധ്യങ്ങളുള്ള ഈ വൈവിധ്യങ്ങളെ സന്തോഷത്തോടുകൂടെ നോക്കിക്കാണുവാനും മനുഷ്യനായി കാണാനും കഴിയുക എന്നതാണ് ബഹുസ്വരതയുടെ നന്മ. അത് നിലനിൽക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ, സന്ദേശങ്ങൾ എത്രയോ വളരെ പ്രാധാന്യപൂർവ്വം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. കേവലമായ ഒരു തിയററ്റിക്കൽ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കലായിരുന്നില്ല. ചരിത്രത്തിൽ നമുക്കറിയാമല്ലോ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മദീന ചാർട്ടറിനെ കുറിച്ച്. ഡാർക്ക് ഏജ് എന്ന് പരാമർശിച്ചിരുന്ന ഒരു ഘടനയാണ് അന്നുണ്ടായിരുന്നത്, നേരത്തെ ഉണ്ടായിരുന്നത്. ഗോത്രങ്ങളും ചേരികളുമായി നിരന്തരമായി പോരടിച്ചിരുന്ന ഒരു സാമൂഹിക ഘടനയെയാണ് അവർ ചേർത്ത് നിർത്തിയത്. എത്ര നന്മയോടുകൂടെയാണ് ചേർത്ത് നിർത്തിയത്. അവിടെ ജീവിച്ചിരുന്ന, മദീനയിലേക്ക് എത്തിയപ്പോൾ പോലും അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരുന്ന സപ്പോർട്ട്, പിന്തുണ. ومن آياته خلق السماوات والأرض واختلاف ألوانكم وألسنتكم എന്ന പരാമർശമുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ധാരാളം നിറങ്ങളും ഭാഷകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പരസ്പരം ചേർന്ന് നിൽക്കുവാൻ, ഒരുമയോടെ നിൽക്കുവാനുള്ള നന്മകളാണ് ഉണ്ടാവേണ്ടത് എന്ന സൂചനകൾ മാത്രമല്ല. മൻ ആദാ ദിമ്മിയൻ ഫഖദ് ആദാനി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. വിശ്വാസികളല്ലാത്ത ആളുകളുമുള്ള നാട്ടിൽ ആരെങ്കിലും, ഏതെങ്കിലും ഒരാളെ ബുദ്ധിമുട്ടിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ, വിഷമിപ്പിച്ചാൽ അത് എന്നെ വിഷമിപ്പിക്കുന്നത് പോലെയാണ്. നോക്കുക, എത്ര മനോഹരമാണ്. ഒരു മതന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തെ, ഒരു വ്യക്തിക്കും ആർക്കും
ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടരുത് എന്ന് നിർബന്ധം കാണിച്ചിരുന്നു എന്നതാണ് ബഹുസ്വരതയുടെ ആ നന്മ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതവിടെ ആ സാമൂഹികമായ ഒരു നിർമ്മാണ പ്രക്രിയയാണ് നടത്തിയത്. കേവലം വാചകങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ, വളരെ സുവർണമായ മാതൃകകൾ അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. എത്ര മാതൃകകൾ സൗഹൃദത്തിൻ്റെ. അവിടെ എല്ലാവരെയും മദീനയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരെയും നയിച്ചിരുന്ന ലീഡറായി ഭരണാധികാരിയായി മാറിയ സമയത്തുള്ള ആ ബഹുസ്വരതയിലെ സൗഹൃദമല്ലേ, പരസ്പരമുള്ള നന്മയുള്ള സൗഹൃദമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പണയത്തിലായ ഒരു കഥ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനത് വിശദമായി പറയുന്നില്ല. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അവശ്യഘട്ടത്തിൽ പരിസരത്തുള്ള സഹജീവികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരോട് വായ്പ ആവശ്യപ്പെടാനുമുള്ള ഒരു മനസ്സ്. അങ്ങനെ ചോദിക്കുമ്പോൾ ജൂതനായ മനുഷ്യർക്ക് അത് കൊടുക്കുക എന്ന് മാത്രമല്ല, ആ സമയത്ത് ഈട് വേണമെന്ന് ആവശ്യപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം, ആ ഒരു സൗഹൃദമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നീതിയുടെയും നന്മയുടെയും മാനവികതയുടെയും സഹിഷ്ണുതയുടെ ഒക്കെ എത്ര മാനവികമായ മൂല്യങ്ങളാണ് സമൂഹത്തിലേക്ക് സമർപ്പിച്ചത്. നമുക്കറിയാം, സ്നേഹം നൽകുക, കാരുണ്യം നൽകുക, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നത് ശരിയായിരിക്കാം, പക്ഷെ സ്നേഹമുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്കത് നിർബന്ധിക്കാൻ പറ്റില്ല, എനിക്ക് ആവശ്യപ്പെടാം. പക്ഷെ നീതി അങ്ങനെയല്ല. നീതി എന്നത് അത് എല്ലായിടത്തും പുലരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും നീതി ലഭിക്കുക, ഓരോ മനുഷ്യനും നീതി ലഭിക്കുക എന്നത് അവകാശമാണ്. ആ നീതിയല്ലേ നാട്ടിൽ പുലരേണ്ടത്, ലോകത്ത് പുലരേണ്ടത്. ലോകത്തെ എല്ലായിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നീതിയാണ്. എല്ലാവർക്കും ആവശ്യമുള്ളത് നീതിയാണ്, പക്ഷെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിവേചനങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം അസ്വസ്ഥതകൾ ലോകത്തുള്ളത് എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിക്ക് വേണ്ടി സമർപ്പിച്ച സന്ദേശങ്ങൾ, പുലർത്തിയ, നിർമ്മിച്ചെടുത്ത ഇന്നലെകൾ ചരിത്രത്തിലെ എത്ര മനോഹരമായ ദൃശ്യങ്ങളായി നമുക്ക് കാണാൻ കഴിയും. എല്ലായിടത്തും, അത് കോടതിയിൽ മാത്രമല്ല, ന്യായാധിപർക്കിടയിൽ മാത്രമല്ല, പരസ്പരം മക്കൾക്കിടയിൽ പോലും എത്ര മനോഹരമായിട്ടാണ് നീതിയെക്കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നിടത്ത് മറ്റൊരു വ്യക്തി കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മോൻ അങ്ങോട്ട് കടന്നു വന്നൊരു സന്ദർഭത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ആ മകൻ കടന്നു വരുമ്പോൾ കുഞ്ഞിനെ മടിയിലേക്ക് ചേർത്തിരുത്തുകയും ചുംബനം കൊടുക്കുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം പൊന്നു മോള് കൂടെ അങ്ങോട്ട് വന്നപ്പോൾ ആ കുഞ്ഞിനെ അടുത്തൊന്ന് ചേർത്തിരുത്തുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയാണ്. നിങ്ങൾ മക്കൾക്കിടയിൽ നീതി കാണിച്ചില്ല. മോന് വന്നപ്പോൾ നിങ്ങൾ ചുംബനം കൊടുത്ത് മടിയിലേക്ക് ഇരുത്തിയല്ലോ, മോള് വന്നപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തില്ലല്ലോ, നിങ്ങൾ മക്കൾക്കിടയിൽ നീതി കാണിച്ചില്ല എന്ന് പരാമർശിച്ചു. ഇതൊരു മക്കൾക്കിടയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയാറുണ്ട്, വിയർപ്പ് വറ്റും മുമ്പ് വേതനം കൊടുക്കണം എന്ന് തൊഴിലാളിയോട് നീതി കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. തൊഴിലിടങ്ങളിൽ മാത്രമല്ല, സഞ്ചാരവേളകളിൽ, ഭരണസിരാ കേന്ദ്രങ്ങളിൽ, അയൽപ്പക്കങ്ങൾക്കിടയിൽ, ഇങ്ങനെ മനുഷ്യർക്കിടയിൽ എല്ലായിടത്തും നീതിയോടെ പെരുമാറണം. നീതി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിനാവശ്യമായത് നൽകണം, നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മനോഹരമായ സന്ദേശങ്ങളിലൂടെ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, നമ്മളത് അവിടെ ആ സാഹോദര്യം പുലർന്നു കാണുന്നത്. ആ സാഹോദര്യം പുലർന്നു കാണുകയാണ്. കൂടെ നിൽക്കുന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക, സഹാനുഭൂതി കാണിക്കുക എന്നത് ശരിയായിരിക്കും, എല്ലാവരും ചെയ്തേക്കാം. സന്തോഷം പ്രകടിപ്പിക്കും, സ്നേഹം പ്രകടിപ്പിക്കും കൂടെ നിൽക്കുന്ന ആളുകളോട്. പക്ഷെ കൂടെ നിൽക്കാത്തവരോടോ, ഒപ്പം ചേർത്ത് നിൽക്കാതെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന ആളുകളിലേക്ക് സഹാനുഭൂതി കാണിക്കുക എന്നത് നിങ്ങൾ നോക്കൂ. അതല്ലേ സഹിഷ്ണുത എന്ന് പറയുന്നത്. ലോകത്തുണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹുസ്വരമായ നാട്ടിൽ ഉണ്ടാവേണ്ടുന്ന, മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ടുന്ന, അവിടെ സന്തോഷം കളിയാടണമെങ്കിൽ, സ്നേഹവും സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കണമെങ്കിൽ, സ്വപ്നം കാണണമെങ്കിൽ ഉണ്ടാവേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹിഷ്ണുത എന്നത്. സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറുക എന്നത്. ശത്രുക്കളോട് പോലും ആ സഹിഷ്ണുത, സമഭാവന കാണിക്കുക എന്നത് പ്രധാനമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നൽകിയ സന്ദേശങ്ങൾ എത്രയാണ്. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അൻ ലാ തഅദിലു ഇഅ്ദിലു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒരു വെറുപ്പോ നീരസമോ ഒരു സമൂഹത്തോട് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അനീതി കാണിക്കാൻ ഒരിക്കലും ഇടവരുത്തരുത്. യമാമ എന്ന പ്രദേശത്ത് ധാരാളം ഭക്ഷ്യവിഭവങ്ങളുടെ സ്ഥലമാണ്. മക്കയിലേക്ക് ഭക്ഷ്യവിഭവങ്ങൾ എത്തിയിരുന്നത് യമാമയിൽ നിന്നാണ്. എന്നാൽ മക്കയിലെ നിവാസികൾ ധാരാളം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശക്തമായ നടപടിയെടുത്തിരുന്ന, മർദ്ദനങ്ങൾ നടത്തിയിരുന്ന ആളുകളായതുകൊണ്ട് അവരെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് യമാമയിലുള്ള ഒരു സഹാബി വര്യനായിട്ടുള്ള ഗോത്രത്തലവൻ തീരുമാനിക്കുകയാണ്. അങ്ങോട്ട് ഭക്ഷ്യവിഭവങ്ങൾ ഇനി പോവേണ്ടതില്ല, ഉപരോധത്തെ ഏർപ്പെടുത്തുകയാണ്. മക്കക്കാർ വല്ലാതെ പ്രയാസപ്പെട്ടു. ഭക്ഷണം കിട്ടാതെ, വിഭവങ്ങൾ ലഭിക്കാതെ പ്രയാസത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കത്തയക്കുകയാണ്, അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തിന് ഞങ്ങളിലേക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഈ നീക്കത്തെ, ഭക്ഷ്യവിഭവങ്ങൾ തടഞ്ഞു വെക്കുന്ന ഈ നീക്കത്തെ ഒന്ന് നീങ്ങിക്കിട്ടുവാൻ വേണ്ടി ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. നേരത്തെയും നമുക്കറിയാം, ഇങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിലും പലപ്പോഴും മധ്യസ്ഥനായിക്കൊണ്ട്, നീതിമാനായിക്കൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവരും സമീപിച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിവരമറിഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് അല്പം കഷ്ടപ്പെടട്ടെ എന്ന് കരുതി അത് തന്നെ തുടരാൻ വേണ്ടി പറയല്ല ചെയ്തത്. വിവരമറിഞ്ഞ ഉടനെ ആ സ്വഹാബിക്ക് വിവരമറിയുകയാണ്, ഭക്ഷ്യവിഭവങ്ങൾ തടഞ്ഞു വെക്കാൻ പാടില്ല. അങ്ങനെ മക്കയിലേക്ക് ഭക്ഷ്യവിഭവങ്ങൾ കൊടുത്തേക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. നമുക്ക് എത്ര ഇടങ്ങളിൽ ഇത് കാണാൻ കഴിയും. മക്ക ഫതഹ്, മക്ക വിജയം എത്ര സുവർണമായ മനോഹരമായ ദൃശ്യമാണ്. നിങ്ങൾ നോക്കൂ, ജന്മനാട്ടിൽ ജീവിക്കുവാൻ, ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ അവസരമില്ലാത്ത വിധം കഷ്ടപ്പെടുത്തിയ ധാരാളം മർദ്ദനമുറകൾ ഒടുവിൽ പലായനം ചെയ്യേണ്ടി വന്നില്ലേ? ആ പലായനം ചെയ്ത നബിയും കൂട്ടരും തിരിച്ചു വന്ന രംഗമാണല്ലോ. വിറകൊണ്ട് നിന്ന കാലം മക്കക്കാർ പ്രയാസപ്പെട്ടു. എന്തായിരിക്കും ഇനി പ്രതികാരം, എന്തൊക്കെ സഹിക്കേണ്ടി വരുമെന്ന അവരുടെ കണക്കുകൂട്ടലുകൾ അവർ